ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഡ്രോ സ്ട്രിം പൗച്ചിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആൾറെഡി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മാക്സിമം എനിക്കറിയാവുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അക്രിലിക്കിൻ്റെ യാണ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് നോട്ടിന് ശേഷം നമുക്കിനി ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് സ്റ്റിച്ചസ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിവിടെ 12 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പൗച്ചിൻ്റെ ലെങ്ത്ത് എത്ര വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ്. അപ്പം ഞാനിവിടെ 12 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കതൊരു 15 16 ഒക്കെ ആക്കിയിട്ട് നിങ്ങളെ പൗച്ച് എത്രത്തോളം സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 12 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എക്സ്ട്രാ 3 ചെയിനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡബിൾ ക്രോഷ്യേൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മൾ 12 ചെയിൻ ചെയ്തതിന് ശേഷം എക്സ്ട്രാ 3 ചെയിനും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 15 ചെയിൻ സ്റ്റിച്ചാണ് കിട്ടുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡബിൾ ക്രോഷ്യ ആണ്, അതായത് DC. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യത്തെ 3 ചെയിനില്ലേ, നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്ത 3 ചെയിന് സ്കിപ്പ് ചെയ്ത് നമ്മൾ 4ാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നത്. ഹുക്കിനെ യാൺ ഓവർ ചെയ്യുക. 4ാമത്തെ ആ ഒരു ചെയിനിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക. 3 ലൂപ്പ് ഉണ്ടാവും. ആദ്യത്തെ ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക, 2ാമത്തെ ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഇപ്പോൾ ചെയ്തല്ലോ, അവിടെ നമുക്കിതുപോലൊരു സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷൻ മനസ്സിലാവാനൊക്കെ ആയിട്ടാണ് നമ്മളിത് ഇടുന്നത്. എവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇടുന്നത്. ഇനി നമ്മളിതിലെ എല്ലാ സ്റ്റിച്ചിലേക്കും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു സ്റ്റിച്ചിൽ മാത്രം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിലേക്ക് നമുക്കിവിടെ 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളെ വർക്ക് ടേൺ ചെയ്യാനായിട്ടാണ് ഈ ഒരു 3 ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ പോസ്റ്റ് ചെയ്ത് വരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഇതിങ്ങനെ തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു സ്ലിപ്പ് നോട്ടിൻ്റെ ടെയിൽ എൻഡ് ഉണ്ടല്ലോ, അതിനെ കൂടെ ഇതിൽ കൂട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാലുള്ളൂ നമുക്ക് ആ ഒരു ടെയിൽ എൻഡിനെ അതിൽ ഹൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ലാസ്റ്റ് നമുക്കതൊക്കെ ഒന്ന് തുന്നേണ്ടിയൊക്കെ വരും. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ടെയിൽ എൻഡിനെ പിടിച്ച് നമ്മളിത് ഓരോ ഗ്യാപ്പിലൂടെയുള്ള ഓരോ ഡബിൾ ക്രോഷ്യേസും ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റിച്ചിലും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റുള്ള ഈ ഒരു സ്റ്റിച്ചിലേക്ക് നമ്മൾ ആദ്യം ചെയ്തല്ലോ സെയിം സ്റ്റിച്ചിലേക്ക് 3 ഡബിൾ ക്രോഷ്യ, അതുപോലെ ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ആണ് സെയിം സ്റ്റിച്ചിലേക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ടെയിൽ എൻഡ് നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ബാക്കി നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പം അതവിടെ ഹൈഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളിതിനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കറില്ലേ, അത് ഊരി കൊടുത്തിട്ട് അവിടേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് SLST ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഹുക്കിനെ കടത്തി നമ്മൾ ആ ഒരു ലൂപ്പിനെ ഇതിൻ്റെ ഉള്ളിലൂടെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് 3 ചെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. നമ്മൾ ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 3 ചെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമ്മളിത് ഈ ഒരു സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇത് റൗണ്ട് ആയിട്ട് ചെയ്തിട്ട് വരില്ലേ, ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്ന സമയത്ത് നമുക്ക് ഏത് ഭാഗത്താണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നത്. ബിഗിനേഴ്സ് ആവുമ്പോൾ ഒന്ന് നല്ലതാണ് സ്റ്റിച്ച് മാർക്കർ ഇടുന്നത്, അല്ലാത്തവർക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓരോ സ്റ്റിച്ചിലേക്കും ഇതുപോലെ തന്നെ സെയിം ഈ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഓരോ സ്റ്റിച്ചിലേക്കും ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ച് മാർക്കർ അഴിച്ച് നമുക്ക് അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീണ്ടും 3 ചെയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം ഹൈറ്റ് ആണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റൗണ്ട് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് വേറെ പാറ്റേൺ ഒന്നും വരുന്നില്ല. ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മളിത് എത്രത്തോളം ഹൈറ്റ് കൂട്ടിയെടുക്കുന്നുണ്ടോ അതുവരെയും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇത് ലാസ്റ്റ് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റ് റൗണ്ട് ക്ലോസ് ചെയ്തെടുക്കാം. ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഡ്രോ സ്ട്രീം പൗച്ച്. ഇത് നമുക്ക് ഗ്രാനി സ്കോർ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ ഒരു പൗച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു യാണിനെ ഇതുപോലെ യാൺ ഓവർ ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൗച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു സ്ട്രിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ലെങ്ത്തും ഇതൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കി ഷേപ്പ് ചെയ്തെടുക്കാം. ഇതൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു യാണായതുകൊണ്ട് തന്നെ ഷേപ്പ് ജസ്റ്റൊക്കെ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത യാണിൻ്റെ ബാക്കി ഇതുപോലെയുള്ള ഒരു യാണുണ്ട്. അപ്പോൾ അതിനെ നമുക്കിതിൻ്റെ ഓരോ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നീഡിൽ വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തുന്നി കൊടുക്കുക. ഞാനിനി നീഡിൽ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഹുക്ക് വെച്ചിട്ട് തന്നെ ഓരോ ഭാഗത്തേക്കും ഇതുപോലെ യാണിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഹൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി വീണ്ടും ഉള്ള യാണിനെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ഒരു ഭാഗത്തിനെ ഉള്ളിലേക്കാക്കിയിട്ട് മറ്റേ ഭാഗം പുറത്തേക്കാക്കി ഇതുപോലെ പുറം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വശം ഇതുപോലെ ആയിട്ട് നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റിച്ചൊക്കെ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ പോർഷന് ഉള്ളിലേക്കായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മളെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ വൈറ്റ് കളർ യാണാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെയിനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു സ്ട്രിങ്ങിന് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചെയിന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെയ്തതുപോലെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രിങ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ 40 ചെയിൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ടൊന്ന് നോക്കുക എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇവിടെ കറക്റ്റ് ഈ ഒരു എൻഡിലേക്ക് വരെ ചെയിന് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് കുറച്ച് നീളത്തിൽ യാണ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ യാണിൻ്റെ ഒരറ്റം നമ്മൾ നീഡിലിൽ കോർത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പൗച്ചിൻ്റെ സൈഡ് ഭാഗമില്ലേ, നിങ്ങൾ എത്ര ഹൈറ്റിൽ ചെയ്താലും നിങ്ങൾ ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ സ്റ്റിച്ചിൽ വേണം കേട്ടോ ഈ ഒരു സ്ട്രിങ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു യാണിൻ്റെ അടിയിലൂടെ പിന്നെ മുകളിലൂടെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ട് കാണാം.
അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ആദ്യം മുകളിലൂടെ എടുക്കുക, പിന്നെ താഴോട്ട് കൂടെ അങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രിങ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടു നോക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്ന് വെച്ചാൽ ആ ഒരു ഭാഗം എത്തുന്നത് വരെ സെയിം ഇതുപോലെ തന്നെ ചെയ്തു പോവുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്കിത് ഈ ഒരു 2 എൻഡും കൂടെ കൂട്ടി ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം, ടൈ ചെയ്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യവും ഒക്കെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 2 അറ്റവും കൂടെ കെട്ടിക്കൊടുക്കാം. ഓക്കെ, ഞാനൊരു 2-3 പ്രാവശ്യം ഇവിടെ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഒരു അറ്റത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രോസിലും പൗച്ചിലും ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇതുപോലെ സിമ്പിളായിട്ട് വിടുകയാണ്. അപ്പോൾ നമ്മൾ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് എയർപോഡ്സ് ഒക്കെ ഇടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.